അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ ISFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സ്വലാഹി അവർകൾ, മങ്കടയിലെ KNM-ൻ്റെയും ISM-ൻ്റെയും ഉയർന്ന നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകർ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏകദേശം 9 മണിയാണ്. 9:30 ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ഏകദേശം ഇപ്പോഴത്തെ ഒരു മൈൻഡ് എനിക്കറിയാം. ഈ അവസാനത്തെ പീരീഡിൻ്റെ ഒരു മൈൻഡ് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടാണെങ്കിലും വിട്ടാൽ മതി എന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടൊരു അരമണിക്കൂർ ഇൻഷാ അല്ലാഹ് ഞാനും നമ്മളിൽപ്പെട്ട ഒരാളായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ട, നമ്മൾ കൂടി ആലോചിക്കേണ്ട ഒരു ചെറിയൊരു 1-2 കാര്യം മാത്രം സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഇസ്ലാഹി പ്രവർത്തകൻ, ISM-ൻ്റെ ഒരു പ്രവർത്തകൻ എപ്പോഴാണ് ശരിക്കും ആകുക എന്ന് നിങ്ങൾക്കറിയാം. നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചു എപ്പോഴാണ്? ഇപ്പം മങ്കടയിൽ ഒരാളൊരു മുജാഹിദ് പ്രവർത്തകൻ ആത്മാർത്ഥമായിട്ടാകണമെങ്കിൽ അയാൾ ശരിക്ക് ബാക്കിയുള്ളവർ ചിന്തിക്കാത്തത് ചിന്തിച്ചു തുടങ്ങുമ്പോഴേ കഴിയുള്ളൂ. എൻ്റെ ഒരു ഭാഗം പറയാട്ടോ. ഞാൻ അങ്ങനെ ആലോചിച്ച് എനിക്ക് മനസ്സിലായൊരു കാര്യം പറയാം. ബാക്കിയുള്ള ആളുകൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനപ്പുറം ആലോചിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് ISM-കാരൻ അല്ലെങ്കിൽ ഒരു മുജാഹിദ് പ്രവർത്തകനാകാൻ കഴിയുള്ളൂ. നമ്മളെ നാട്ടിൽ എന്തുകൊണ്ടാണ് മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചിട്ടും ഈ ആദർശമോ ഈ തസ്കിയത്തോ ഈ ഭക്തിയൊന്നും ഇല്ലാതെ പോകണം? ഇപ്പം നമ്മളിങ്ങനെ ക്ഷണിച്ചാൽ അവിടേക്കൊന്നും വരാൻ എന്നൊന്നും ആവശ്യമില്ല എന്ന് പറയണ്ടല്ലോ. നമ്മളവിടെ കുറ്റപ്പെടുത്തൽ. അതിന് കാരണം എന്താ വെച്ചാൽ അവർ നമ്മൾ ചിന്തിച്ച പോലെ ചിന്തിക്കണ റേഞ്ചിക്ക് എത്തിയിട്ടില്ല. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പള്ളിയിൽ അധികമൊന്നും പള്ളിക്കൊന്നും വരാത്ത നമ്മുടെ പ്രായത്തിലുള്ളൊരു യുവാവ് എന്ന് പറഞ്ഞൊരു 20-21 ആ ഒരു പ്രായം. അവൻ പള്ളിയിൽ ഇങ്ങനെ സജീവമായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ചിലപ്പം ചില ആളുകളുടെ ആവേശത്തിൽ, പക്ഷെ അവനൊരു 6 മാസത്തോളം പള്ളിയിൽ ഇങ്ങനെ വളരെ ശാന്തമായി വന്ന് ജമാഅത്തിനുണ്ടാവും, പിന്നെ നമ്മൾക്കിങ്ങനെ ക്ലാസ്സിലുണ്ടാവും, അവനവൻ്റെ ജോലിക്കൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ഞാനൊരു 6 മാസമൊക്കെ ഏകദേശം ആയപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിച്ചു. ഞാൻ ചോദിച്ചു അവനോട്, എടാ ഈ അൽഹംദുലില്ലാ പള്ളിയിലൊക്കെ ഭയങ്കര ഉഷാറായല്ലോ, എന്തേ ഇങ്ങനെ പെട്ടെന്നൊരു അവൻ പറഞ്ഞൊരു മറുപടി. അപ്പോഴാണ് ഞാനിത് ആലോചിച്ച്, ഇങ്ങനെയാണല്ലോ ശരിക്ക്, ഇങ്ങനെ ചിന്തിക്കണോണ്ടാണല്ലോ ഒരാൾ മുജാഹിദാകണത് അല്ലെങ്കിൽ പ്രവർത്തകനാകണത്. അവൻ വന്നിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഊട്ടി, എൻ്റെ വീട് നിലമ്പൂരായതുകൊണ്ട് ഞങ്ങളോട് വളരെ സിമ്പിളാണ് ഊട്ടിക്ക് പോകുക എന്നുള്ളത്. ഊട്ടിക്ക് ബൈക്കമ്മ പോവുകയാണ്. അപ്പം പോകുമ്പം നമ്മുടെ യൂക്കാലി മരമൊക്കെ കഴിഞ്ഞിങ്ങനെ വളവിൽ പെട്ടെന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയപ്പം എതിർദിശയിൽ നിന്ന് ലോറി വന്നു. ഒരു ലോറിനെ മറികടന്നപ്പം തൊട്ടപ്പുറത്ത് മറ്റൊരു വാഹനം വന്നു, 2ന്റെ അടിയിൽ പെട്ടു. ഓടിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരൻ മരിച്ചു, തൽക്ഷണം മരിച്ചു. എനിക്കിങ്ങനെ ഫ്രാക്ചർ ചെറുതൊക്കെ ഉണ്ടായി, പക്ഷെ വലിയ ഡേഞ്ചർ ഒന്നും ആയില്ല. തൊലിപ്പുറത്ത് കുറച്ചിങ്ങനെ മരിച്ചു. അങ്ങനെ ഭയങ്കര ഒരു ട്രോമാവസ്ഥയായി എനിക്ക് കുറച്ച്. അങ്ങനെ അവൻ്റെ മയ്യത്ത് കൊണ്ടുവന്ന് നാട്ടിൽ മറമാടി. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, കാരണം അവൻ താമസിക്കുന്ന കുറച്ച് അപ്പുറത്താണെങ്കിൽ ഇത് ഒരു അപകടം പറ്റിയിരിക്കണമെന്നൊക്കെ ഉള്ളതും മരണം സംഭവിച്ചിരിക്കണമെന്നുള്ളതും ഒക്കെ എനിക്കറിയാം. അങ്ങനെ മയ്യത്ത് മറമാടി ഞാൻ തിരിച്ചു വന്നിട്ടന്ന് രാത്രി ഞാനിങ്ങനെ ആലോചിച്ചു. ആ വാചകട്ട മൈൻഡിലുണ്ടാണ്. ഞാൻ ആലോചിച്ചു പടച്ചോനെ, ഞങ്ങൾ 2 ആൾക്കാരാണല്ലോ പോയത്, അതിൽ ഒരാളിപ്പം മരിച്ചല്ലോ, ഇന്റെ ഒപ്പം ഉണ്ടായിനോ മരിച്ചല്ലോ, അതിന് പകരം ഞാനാ വണ്ടി വിട്ടതെങ്കിൽ ഞാനാകോലോ മരിക്കേണ്ടിരിക. ഇന്നത്തെ ദിവസം ഞാനാകോലോ മരിക്കേണ്ടിരിക. ഇന്റെ കൂട്ടുകാരനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് മുതൽ ഞങ്ങൾക്ക് 2 ആൾക്കും ഒരേ ചങ്ങായിമാരാണ്. ഞങ്ങളൊരൊറ്റ ചങ്ങായിമാർക്കും മയ്യത്ത് സന്ദർശിക്കുമ്പോൾ എന്താ ചെല്ലേണ്ടി അറിയില്ല. ഞങ്ങളെ നോക്കുന്നുണ്ട്, ഒറ്റൊന്നും അറിയില്ല. ഞങ്ങളെ ചങ്ങായിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല. ഓനെ ഖബർക്ക് എടുത്തുവെച്ചപ്പം ബാക്കിയുള്ള മുതിർന്നവർ ഞാൻ അവന്റെ ഭാഷ പറയട്ടോ, നമ്മൾ ഇത്രയും കാലം നാട്ടില് തന്താരാണ് എന്ന് പറഞ്ഞ എൻ്റെ കുടുംബത്തിൽ നാട്ടിൽ മുതിർന്നവർ അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ എന്ന് ചൊല്ലുമ്പം ഞങ്ങളൊരൊറ്റ ചങ്ങായിമാർക്ക് എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ചൊല്ലാനും അറിയില്ല.
നിസ്കാരത്തിലെ 4 തക്ബീറിൻ്റെ ഉള്ളിലെ പ്രാർത്ഥന 3-ാമത്തെ തക്ബീറിൽ എനിക്കും അറിയില്ല. ഇവിടെ പറഞ്ഞ വാചകതാണ്. ഷാഹിദാക്ക, ഞാൻ അങ്ങനെ ആലോചിച്ചതേ, അവനു പകരം ഞാൻ മരിച്ചാലും ഇങ്ങനെ തന്നെയല്ല ഇപ്പം ഈ ദുനിയാവിൽ ഉണ്ടാവുള്ളൂ. എൻ്റെ കൂട്ടുകാരപ്പം അവിടെ മണ്ണിൻ്റെ അടിയിലെത്തി, ഞാൻ അള്ളഹാനോട് ഉത്തരം പറയണ്ടേ? പകരം ഞാൻ പോയിക്കണമെങ്കിൽ ഇതന്നെല്ലാം ഉണ്ടാകുക അവസ്ഥ. എന്താ ഇപ്പം ഈ ജീവിക്കണീൻ്റെ അർത്ഥം? പിറ്റീസം മുതലാ ഷാഹിദാക്ക ഞാൻ ഈ പള്ളിക്ക് സുബഹിക്ക് വരാൻ തുടങ്ങി. ഈ സാധനം ഉണ്ടല്ലോ, ഈ ചിന്തയാണ് IS എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് നമുക്കിങ്ങനെ തോന്നൂലേ, എന്തിനാ നമ്മൾ കുറേ അധ്വാനിച്ച് പണിപ്പെട്ട് AC ആൾക്കൊളിച്ചിട്ട് ബാക്കിയുള്ളവർ വരും. ഓർക്ക് ചിന്തിക്കാൻ സമയമായിട്ടില്ല. ഓല് ചിന്തിക്കാൻ എന്ന് തോന്നി എന്താ ചിന്തിക്കണ അറിയാം ഞങ്ങളെ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പോണീൻ്റെ ഇടയ്ക്ക് എനിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്ന് ചിന്തിക്കുന്നോനെ IS അമ്പാനാവുള്ളൂ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരാ ബുദ്ധിമാൻ എന്ന് ചോദിക്കൊണ്ട് റസൂൽ പറഞ്ഞില്ലേ, അവനവന്റെ ജീവിത മരണത്തെപ്പറ്റി ആലോചിക്കുക, ചിന്തിക്കുക. ഞാൻ ആ വാക്ക് തന്നെ പ്രയോഗിക്കണേ, അവനവന്റെ മരണത്തെപ്പറ്റി ആലോചിക്കുക, എന്നിട്ട് അതിന് ശേഷം എന്താകുന്നുള്ളതിനെ പറ്റി ആലോചിച്ച് ചെയ്യുക. അവനെ IS അമ്പാനാകാൻ കഴിയുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മരിക്കണ വരെ ഏത് സമയത്തും സ്വർഗം കിട്ടണ ആള്. പരലോകത്ത് അല്ലാഹു അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, നമുക്കറിയണ ആയത്ത് കേട്ടോ. അള്ളാഹു എങ്ങനെയാണ് എനിക്ക് സ്വർഗം കിട്ടിയത് എന്ന് ആളുകളുടെ മുന്നിൽ ഉറക്കെ പറയുന്ന വാചകമുണ്ട്. മനസ്സിൽ ആയത്തരങ്ങൾ ഓതണം. ഇന്നി ലൊനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഇങ്ങനൊരു വിചാരണ എനിക്ക് ഉണ്ടാവും എന്നുള്ള ബോധ്യത്തിലും ആലോചനയിലാണ് ജീവിച്ച്. ഞങ്ങൾ ഒന്നിച്ച് ടൂർ പോയി. ഞാൻ എൻ്റെ ഭാഷ പറയാം, ഒന്നിച്ച് ടൂർ പോയി. ഞങ്ങൾ കാറിൽ 4 ആൾക്കാരുണ്ടായിനി. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി, ബാക്കി 3 ആൾക്കാരും കളിയാക്കി. മുമ്പ് 3 ആൾക്കാരും കളിയാക്കുമ്പോൾ ഞാൻ ഓലെങ്ങനെ പറയുമ്പോൾ നമ്മക്കിങ്ങനെ നമ്മളോലെങ്ങനെ മുത്തക്കിന്ന് അറിയാം, ഇജു വലിയ നിസ്കാരക്കാരെന്ന് അറിയാം. ഞാനും കാറിൽ കയറിയിരുന്നു. IS-മാരനായി ഞാൻ. ബാക്കി 3 ആളും കളിയാക്കുമ്പോഴും 5 മിനിറ്റ് ഇട്ടങ്ങൾ മൂത്രയിക്കുമ്പോഴത്തേന് ഞാൻ നിസ്കരിച്ച് വരാ എന്ന് പറഞ്ഞിടത്തേക്ക് ഞാൻ എത്തി. എന്തേ കാരണം? ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. അള്ളാന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പം അള്ള എന്നോട് എന്തേ മുസ്ലിമായിട്ട് നീ 5 വക്ത് നിസ്കാരത്തിൽ എന്ത് ചെയ്തു നോക്കും? പടച്ചോനെ, ആര് കളിയാക്കിയിട്ടും ഞാൻ എന്റെ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. കാരണം ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കും എന്ന് ദുനിയാവുന്ന് ആലോചിച്ചിരുന്നു. ബാക്കി 3 മുസ്ലിമീങ്ങളോ ആലോചിക്കൂല. ബാക്കിയുള്ളവനെ കളിയാക്കാൻ നിൽക്കും. എന്ത്? ഇജു വലിയ നിസ്കാരക്കാരൻ, ഇജു വലിയൊരു ദീനി, അനക്ക് മാത്രം ഇത് ടൂറിന്റെ ഇടക്കും നിസ്കാരാണോ? എന്താ ഒരു MSMന്റെ ഒക്കെ വന്നിട്ട് പറഞ്ഞു, മോല് ഞങ്ങള് എന്താ ടൂർ പോയപ്പോ ഞാൻ നിസ്കരിക്കേണ്ട ചോദിച്ചപ്പം ബാക്കിയുള്ള പറഞ്ഞല്ലോ, ഇപ്പം എന്താ കാറിന്റെ ഉള്ളിൽ നിന്ന് 2ാമത്തെ ജുമാ കുത്തിബി തുടങ്ങിയോ? അങ്ങനെ 1ാമത്തെ ജുമാ കുത്തി പോയിട്ടാണ് അപ്പൊ പോണത്. വെള്ളിയാഴ്ച നിസ്കരിക്കണം എന്ന് ചങ്ങനോട് പറഞ്ഞ മുജാഹിദിന്റെ മക്കളാണ്. കാറിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ജുമാ കുത്തുബ എന്തേ നിസ്കരിക്കാൻ പറയാൻ പറ്റൂല? അതിന് കാരണം എന്താ? ചിന്തിക്കൂല. ജീവിതത്തിൽ ഞാൻ ഈ പോണ 4 ടയറിൽ ഒന്ന് പൊട്ടിയാൽ എന്താകുന്നു എന്നാലോചിക്കണോ അവിടെ മുജാഹിദ് ഉണ്ടാവുള്ളൂ. അതുവരെ മുജാഹിദ് ഉണ്ടാവില്ല. അതുവരെ അങ്ങാടി കൂടെ ടൗസറൊക്കെ കുത്തിയിട്ട് എന്തിനാ സംഘടന, എന്തിനാ പ്രസ്ഥാനം, മൈക്കോ പ്രസംഗം കേട്ടിട്ട് നന്നാകുകയാണ്. ഈ മൈക്ക് സെറ്റാര് നന്നാവൂലേ? ഭയങ്കര പോയിന്റൊക്കെ അടിച്ചിങ്ങനെ ജീവിക്കും. അവനാന്റെ ജീവിതത്തിൽ അത് ഭയങ്കര പോയിന്റ് ആയിക്കാരം. അത് ഭയങ്കര നമ്മളിങ്ങനെ കുറച്ചൊക്കെ ലിബറൽ ആയിട്ടില്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നമ്മൾ സ്വീകരിക്കൂല എന്ന് നമുക്കത് തോന്നും. നമ്മുടെ ജീവിതത്തിലേക്ക് പടച്ചോന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്നത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നതോടുകൂടി ഒരാൾ IS-മാരനാവും. അതാണ് വെള്ളിയാഴ്ച കുത്തു പറഞ്ഞപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർ എനിക്ക് പരിചയം ഉണ്ടാലുണ്ട്. കുറച്ച് കാലം അവിടെ കുത്തു പറഞ്ഞാൽ അധികം പരിചയമില്ലാത്തൊരു നല്ലൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പരിചയപ്പെട്ടു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു ഭാഗം പറയാം, എനിക്ക് പ്രസംഗത്തിനൊക്കെ ഓർമ്മ വന്നതാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, മൗലവി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പഠിക്കാൻ വേണ്ടി പോയി. ബാംഗ്ലൂർ അന്നത്തെ കാലത്ത് ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടി പോയപ്പം അവിടെ ബാപ്പ മാസത്തിലൊരിക്കൽ അന്നിങ്ങനെ ഇങ്ങനെ കത്തെഴുതും, കാർഡിൽ കത്തെഴുതും ബാപ്പ. ആ കത്തിൽ ബാപ്പ എഴുതുണ്ടാകുക മാസത്തിലൊരിക്കൽ എഴുതുക. 1ാമത്തെ ബാപ്പാന്റെ കത്ത് എനിക്ക് ഓർമ്മയുണ്ട്, മോനെ ഉമ്മയും ബാപ്പയൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് എൻ്റെ കുട്ടി ജീവിക്കണത്. എന്തൊക്കെ സംഭവിച്ചാൽ എൻ്റെ കുട്ടി നിസ്കാരം മുടക്കരുത്. ഓക്കെ, നിസ്കാരം മുടങ്ങിയാൽ പിന്നെ വാപ്പാനെ കാണാൻ വരരുത്. ഓൻ പറയണ്
ഞാൻ നിസ്കാരം മുടക്കിക്കണമെന്ന് വാപ്പാക്കറിയില്ല. പക്ഷെ വാപ്പാന്റെ വാചകത്തിൽ വാപ്പാന്റെ മനസ്സും എന്താണ് വാപ്പ ഉദ്ദേശിക്കുന്നത്, ഇന്റൻഷൻ ഉണ്ട്. പിറ്റത്തെ വാപ്പാന്റെ കത്തിലുണ്ട്, മോനെ ഒരു വക്ത് നിസ്കാരം ഒഴിവായാലും കാഫിറാവും, അതുകൊണ്ട് സുബഹി പോകരുത്. ഓൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ, മോലി ഞാന് ഈ ടർഫിൽ ഞങ്ങൾ അന്നത്തെ ടർഫ് പോലത്തെ ഇതിൽ ഞങ്ങൾ എല്ലാവരും കളിക്കും. ഞാൻ മഗ്‌രിബ് ആകുമ്പോൾ അപ്പുറത്ത് ചെറിയൊരു തോർത്തുമുണ്ട് ഉണർന്നിട്ടുണ്ടാവും, തോർത്തുമുണ്ട് വിരിച്ച് ഞാൻ നിസ്കരിക്കും. മൂപ്പര് പറഞ്ഞ വാക്കെന്താ അറിയോ, സ്വർഗം കിട്ടാനാണ് നിനക്കൊരു വാദമല്ല മോലി. അല്ല, ബാപ്പനോട് അന്ന് പറഞ്ഞു, ബാപ്പനോട് ഒന്നും വേറെ പറഞ്ഞിട്ടില്ല, ഇത് മാത്രല്ല പറഞ്ഞിട്ടുള്ളൂ. അതെനിക്ക് വാപ്പാനെ വഞ്ചിക്കാൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് ഞാൻ നിസ്കരിച്ചു. സുബൈക്ക് ചിലപ്പോ നല്ല തണുപ്പുണ്ടാവുമ്പോൾ തയമ്മും ചെയ്താൽ മതി, ശരീരത്തിന് പ്രയാസം ഉണ്ടെങ്കിൽ. എനിക്ക് അന്നത്തെ കാലത്ത് അറിയില്ലല്ലോ, ഞാൻ ഒതുണ്ടാക്കും, കമ്പിളിപ്പൊണ്ട് ഇങ്ങനെ പുതച്ചിട്ട് വിറച്ച് നിസ്കരിക്കും. ഞാനാ നിസ്കരിച്ച വാപ്പാക്ക് കൊടുത്ത വാക്കിന്റെ പേരിലാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഖുതുബക്ക്, ഇവിടെ ഗൾഫിലാണ് അദ്ദേഹം, ഞാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നമ്മൾ മെമ്പറാണ്. ഇന്ന് ഈ ഖുതുബക്ക് ഞാൻ വരുമ്പോഴും പറയണം, അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും, എനിക്കും കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, അത് വാപ്പാക്കും ഉമ്മാക്കുമാണ്. അന്നിന്റെ വാപ്പാക്ക് കൊടുത്ത വാക്കാണ്. സോ ഈ സാധനല്ലേ, ഈ സാധനം നമ്മളിൽ ഉണ്ടാകണം. ഈ സാധനം ഉണ്ടാകുമ്പോഴേ നമ്മുടെ നിസ്കാരം മുടങ്ങാതൊക്കെ ഉള്ളൂ, കല്യാണത്തിന് നിസ്കാരം മുടങ്ങാതൊക്കെ ഉള്ളൂ, ബാക്കി ഏത് ആഘോഷങ്ങളും ആരാധന മുടങ്ങാതൊക്കെ ഉള്ളൂ. അതിന് ഞാൻ ആ വാക്കാണ് വീണ്ടും പറയണേ, ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, പടച്ചോന്റെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കേണ്ടി വരും എന്ന ബോധ്യത്തിലാണ് ഞാൻ ജീവിച്ചത്. കഴിഞ്ഞ ഒരു 15 ദിവസം മുന്നേ മഞ്ചേരിക്കടുത്തൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി, കുടുംബസംഘമാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു നല്ല എത്ര താടികളൊരു 30 ആ ഒരു പ്രായട്ടോ, 35-40 വന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു 1-2 കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാണ്, ഞാൻ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലാണ് പഠിച്ചത്, ആ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ ഹോസ്റ്റലിലാണ്. മൗലവി ഇന്റെ റൂമിലുള്ള 4 ആൾക്കാരെ ഞങ്ങൾ റൂമിൽ 3 ആൾക്കാർ കുടിക്കും. 3 ആൾക്കാർ, നമ്മളിങ്ങനെ ആലോചിക്കണം, 10 അല്ലത്, അവൻ പഠിക്കണം 4 കൊല്ലം ഒരു റൂമില് 3 ആൾക്കാർ കുടിക്കും. 4ാമത്തെ ഞാൻ മാത്രം കുടിക്കൂല, പൂതില്ലായിട്ടൊന്നല്ല. നിങ്ങളുടെ അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് തോന്നുന്നത്, ഉമ്മാന്റെ പ്രാർത്ഥന കഴിക്കാനും, ഉമ്മാന്റെ പ്രാർത്ഥന കഴിക്കും, പക്ഷെ പടച്ചോൻ അത് തൊടാൻ എന്നെ കൊണ്ട് മദ്രസീന്നും ഖുത്തുബീന്നും കേട്ട സാധനം കൊണ്ട് ഞാൻ അത് തൊടൂല. എനിക്ക് അവസാനം ഒരു 3ാമത്തെ കൊല്ലം കഴിഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, എന്റെ റൂമിൽ ഒരു ബിയറിന്റെ കുപ്പി ഇങ്ങനെ അട്ടിക്കിങ്ങനെ വെക്കും, കുടിച്ചതേ വരുന്ന ബാക്കിയുള്ള ചെക്കന്മാർക്ക് ഹാരാകാൻ വേണ്ടി. അതേ സ്ഥലത്ത് ഞാൻ മുസല്ലട്ട് നിസ്കരിക്കാൻ തുടങ്ങി. മുസല്ലട്ട് നിസ്കരിക്കാൻ നിന്നപ്പോൾ എന്ത് ചെയ്തു, ഖിബലന്റെ നേരെയുള്ള ബിയറും കുപ്പി ബാക്ക് ആക്കി. ഞാൻ അവിടെ നിസ്കരിച്ച എന്തുകൊണ്ട് അറിയോ, പടച്ചോനെ ഞാൻ ഇത്രയും കാലം അവിടെ ജീവിച്ചിട്ട് കുടിച്ചില്ല എന്ന് മാത്രമല്ല, കുടിക്കണ സ്ഥലത്ത് ഞാൻ പടച്ചോനെ നിന്നെ സ്മരിച്ചിട്ടാണ് ജീവിച്ചത്. സോ ഞാൻ ചോദിക്കാണ്, ബാപ്പ അറിയില്ല, ഒരു കുട്ടി അറിയാത്ത സ്ഥലത്ത് അവൻ എന്തുകൊണ്ട് അങ്ങനെ ജീവിച്ചറിയോ? ഈ പറഞ്ഞ അവൻ ISM-കാരന്റെ മൈൻഡാണ്. ആ മനസ്സിലേക്ക് എത്തെന്ത് ബാപ്പി ഇമ്മി കുടുംബം ഒന്നുമില്ലെങ്കിലും ഒരു തുള്ളി ലഹരി ഞാൻ ഉപയോഗിച്ചാൽ നസഅല്ലാഹു മിൻഹുൽ ഈമാൻ, എന്റെ ശരീരത്തിൽ അള്ളാഹു ഈമാനെ വലിച്ചെടുക്കും. മാത്തമൈത്തഞ്ചാരി അബൂജഹൽ ചത്ത് മലക്കും പോലെ ചത്തണ് മലക്കേണ്ടി വരും. നമ്മളെ ചില അങ്ങാടിയിലൊക്കെ കാണുന്ന ചെറുക്കന്മാരൊക്കെ ധാരണ എന്താ അറിയോ, ഈ കള്ള് അല്ലെങ്കിൽ കഞ്ചാവ്, സിന്തറ്റിക് ലഹരി, പൊടി, സ്റ്റിക്കർ, ഈ സാധനമൊക്കെ അല്ലേ. ഈ സാധനം കിട്ടുന്ന സ്ഥലമൊന്നും ഞമ്മക്കറിയില്ല. ഇവിടുത്തെ നമ്മളൊക്കെ ഫുള്ള് തന്ത വൈബാരാണ്. ചങ്ങന്മാരെ പലർക്ക് വീടിക്ക് പോകണം സാധനം വാങ്ങണമെങ്കിൽ, കഞ്ചാവ് കിട്ടണമെങ്കിൽ പോകും കൂടി വേണ്ട, മങ്കാടങ്ങാടിയിൽ ഇങ്ങനെ നിന്നാൽ മതി 10 മിനിറ്റ്, ഇങ്ങോട്ട് വന്നിട്ട് സാധനം വാങ്ങിക്കും. മിൽമ പാക്കറ്റ് അങ്ങനെ ഇവിടെ നടക്കണ്ടേ, കഞ്ചാവ് അങ്ങനെ നടക്കന്നെ വേണ്ട, ഇവിടെ അങ്ങനെ നാട് ഗ്രൗണ്ടിന്റെ സൈഡിലെന്നാണ്ട് എന്നാ ഇങ്ങോട്ട് വയ്ക്കും, നൃത്തം കണ്ടിട്ട് വയ്ക്കും. മറ്റേ താടിയാണോ ഒറിജിനൽ താടിയാണ്, കാരണം താടി 2 വിധം ഉണ്ടായതുകൊണ്ടേ. അങ്ങനെ താടി 2 വിധമാണ്, ഒന്ന് മൂല്യന്മാരെ താടി, 2 ഫ്രീക്കൻ താടി, അല്ലെങ്കിൽ റബ്ബർ ബാൻഡിന് തൂങ്ങിക്കാനുള്ളൊരു താടി. അപ്പൊ ഏത് താടി ഇങ്ങോട്ട് വരും. ഇതൊന്നും സമയം നമ്മക്ക് അറിയാത്ത സാധനം വലിക്കാൻ അറിയാത്തോണ്ടോ കിട്ടുന്ന സ്ഥലം ഉപയോഗിക്കാൻ അറിയാത്തോണ്ടോ ഒന്നല്ല. ആ സാധനം ജീവിതത്തെക്കാണ് വെച്ചാൽ അള്ള തന്ന ആയുസാൻ കഴിഞ്ഞ പടച്ചോന്റെ മുന്നിൽ അവനാന്റെ വസ്ത്രമൂരി പച്ചക്ക് നിന്ന് മറുപടി അറിയേണ്ടി വരും. അതിൽ അള്ള കൊടുക്കുന്ന തീനത്തിൽ ഹിബാൽ, നരകത്തിൽ വളരുന്ന മരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ദ്രാവകം അള്ളാഹു അതേ ചൂടോടുകൂടി വായിക്ക് വെച്ചരും. അന്ന്
അതൊന്നും കുഴപ്പമില്ലടാ, ഇതൊന്നും പ്രശ്നമല്ലടാ, അതങ്ങനെയൊക്കെ നോക്കിയാണെങ്കിൽ ജീവിക്കാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി ഒപ്പം ഉണ്ടാവില്ല എന്ന ബോധ്യം കൊണ്ട് അടുക്കാത്ത് ഞാൻ നിസ്കാരം മാത്രം ലഹരി അടക്കം മുഴുവൻ സാധനവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകാൻ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. എന്ത്? ഇത് മാത്രം. ഞാൻ എങ്ങാനും ഇപ്പോൾ മരിച്ചാൽ എനിക്കെന്തു സംഭവിക്കും എന്ന് ആലോചിക്കുന്നിടത്ത് ഒരാൾ ISMകാരനായി മാറും. ആ കൂട്ടത്തിലൊരു കാര്യം കൂടി, വാപ്പ അമ്മ പ്രസ്ഥാന പ്രവർത്തനത്തിനിടയിൽ ബാപ്പ അമ്മ വിഷയത്തിൽ ISMകാരായ നമുക്ക് കുറച്ചൊരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, പലപ്പോഴും നമ്മുടെ പ്രവർത്തനത്തിനിടയിൽ, ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, പ്രവർത്തനത്തിനിടയിൽ ബാപ്പാനും ഇമ്മാനും നമ്മൾ ശരിക്കും പരിഗണിക്കണം. ബാപ്പാന്റെ ഇമ്മാന്റെ വിഷയത്തിൽ നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താ അറിയോ? നമ്മളുടെ വാക്കുകൊണ്ട് അവർ കരയുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത്. ഇതൊരു ബേസിക് തിയറിയാണ്. നമ്മൾക്ക് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും എൻ്റെ ഒരു സഹപ്രവർത്തകനായ അധ്യാപകൻ, ഞാൻ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. അദ്ദേഹം വൈഫ് 7-ാം മാസം സ്കൂൾക്ക് വിളിയൊന്നു. വൈഫ് 7-ാം മാസമായിട്ടുള്ളൂ. പക്ഷെ പെട്ടെന്ന് ബ്ലീഡിങ് വന്നിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയിക്കണ വീട്ടിൽ നിന്ന് സ്കൂൾക്ക് വിളിയൊന്നു. അദ്ദേഹം HMനോട് പറഞ്ഞിട്ട് ഓടി. അദ്ദേഹത്തിന് വണ്ടി ഉണ്ട്. അദ്ദേഹത്തിന് ഒരു ബേജാറായിട്ട് ഓടി ഓട്ടോറിക്ഷ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും കുടുംബം കണ്ട് കൂടിയിരിക്കണം. കാരണം ഡോക്ടർ കുട്ടിന്റെ പ്രസവിക്കാനായ സഹോദരിയുടെ ഭർത്താവ് വന്നിട്ട് ഒറ്റ കൊണ്ടുപോയിട്ട് വന്നിട്ട് പറഞ്ഞു ബ്ലീഡിങ് വന്നിക്കണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റും ചെയ്തിക്കണ്. ഡോക്ടർ പറഞ്ഞ വാചകം അദ്ദേഹം പിന്നെ എന്നോട് പറയാണ്, ഷാഹിദ് മാഷ എന്നോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് 2-ൽ-1 സംഭവിക്കും. ഒന്നുകിൽ കുട്ടി മരിക്കും, അല്ലെങ്കിൽ ഭാര്യ മരിക്കും. അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? ഞാൻ ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ICUവിൽ അവിടെ പരിസരത്ത് ആൾക്കാരുണ്ട്, അറിയണോലുണ്ട്, അതൊന്നും എന്നെ ബാധിച്ചു. ഞാൻ അങ്ങനെ കുഴഞ്ഞ മുട്ടും കുത്തി ഒരൊറ്റ വികല്. ഞാൻ ബാങ്ക് കൊടുത്തപ്പോൾ നേരെ പള്ളിയിൽ പോയി അള്ളാഹിനോട് ഇരുന്ന് പ്രാർത്ഥിച്ചു, പടച്ചോനെ ഞാനും എൻ്റെ ഭാര്യയും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം, ഞങ്ങളുടെ ആഗ്രഹമാണ്, ഞങ്ങൾ സന്തോഷിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ആ ഭാര്യയെ നാഥാ നീ കൊണ്ടുപോല്ലേ പടച്ചോനെ, ഞങ്ങൾ രണ്ടുപേരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു കുട്ടി, പടച്ചോനെ ആ കുട്ടി നീ കൊണ്ടുപോല്ലേ, 2 പടച്ചോനെ കൊണ്ടുപോല്ലേ. നിങ്ങളുടെ മൂപ്പര് പറഞ്ഞു വാക്കുന്നത്, ഞാൻ അവസാനം 2-ൽ-1 ഉണ്ടാവും ഡോക്ടറല്ലേ, അവസാനം അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു, 2-ൽ-1 കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ ഭാര്യനെ കൊണ്ടുപോല്ലേ. 7 ദിവസം ഷാഹിദ, 7 ദിവസം കൊണ്ട് ഞാൻ 2.25 കിലോ കുറഞ്ഞു, പേടിച്ച് പറിച്ചിട്ട്. 7-ാമത്തെ ദിവസം എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങളെ ഭാര്യ പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ല ഉണ്ടാകുക? എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന് വെച്ചപ്പോൾ ഞാൻ ഡോക്ടറെ കൈപിടിച്ചാണ് വെച്ചു, ആരാ മരിച്ചത്? ഡോക്ടറിനോട് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹ് നിങ്ങളെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാകാം 2 പ്രശ്നം, കുട്ടിക്ക് മഞ്ഞ ഇതുണ്ട്, എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഇത് ഡേഞ്ചർ അല്ല, ചെറിയതാണ്, അത് നമുക്ക് ഒരാഴ്ച കൊണ്ട് തീരുമാനമാകാം, 2 പ്രശ്നമല്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞ വാചകമാണ് എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞത്, ഭാര്യക്കും കുട്ടിക്കും പ്രശ്നമില്ല എന്നറിഞ്ഞ സ്പോട്ടിൽ ഞാൻ ഓടി എൻ്റെ ഭാര്യൻ്റെ അടുത്തേക്കോ അല്ല എൻ്റെ കുട്ടിൻ്റെ അടുത്തേക്കോ അല്ല, ഞാൻ എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് ഓടി. കാരണം എൻ്റെ 1-ാമത്തെ കുട്ടിക്ക് ആ പ്രസവത്തിന് വേണ്ടി ഒരാഴ്ച കൊണ്ട് ടെൻഷൻ അടിച്ച് 2.25 കിലോ ഞാൻ കുറഞ്ഞിക്കണമെങ്കിൽ എൻ്റെ അമ്മാൻ്റെ 8 മക്കളിൽ 7-ാമത്തെ കുട്ടിയാണ് ഞാൻ. എൻ്റെ അമ്മ എത്രമാത്രം എന്നെ വളർത്തുന്നതിലും എന്നെ പ്രസവിക്കുന്നതിലും കരഞ്ഞിട്ടുണ്ടാവും, ബ്ലീഡിങ് വന്നിട്ടുണ്ടാവും, ശരീരം വേദനിച്ചിട്ടുണ്ടാകും, കഴിയില്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പടച്ചോൻ എപ്പോഴാണുള്ളത് മനസ്സിലായത്? ഞാൻ എന്തിനത് പറയണറിയോ? ISMമാരെ നമ്മൾ വാപ്പാരാകാൻ കാത്തിക്കരുത്, നമ്മളെ വാപ്പാരെ സ്നേഹിക്കാനും ഉമ്മാനെ സ്നേഹിക്കാനും. നമ്മളെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളും നിസ്കാരവും ലഹരിയിൽ നിന്ന് മാറിയുള്ള ജീവിതവും ഒക്കെ ചെയ്യുമ്പോഴും നമ്മളെ വാപ്പ നട്ടപ്പാതിരൊക്കെ പ്രാർത്ഥിക്കണതിൽ പടച്ചോൻ എൻ്റെ കുട്ടി ഖൈറിലാകണേ, അത് നമ്മൾ എങ്ങനെ പെരുമാറിയാലും ഒരു പ്രാർത്ഥിക്കട്ടോ. പക്ഷെ മനസ്സിന്റെ സംതൃപ്തി ഉണ്ടല്ലോ, അത് ഉണ്ടാവണം. നമ്മളെ ഉമ്മാക്ക് കുറച്ച് കാലം ഇത് ഉണ്ടാവുള്ളൂ. ബാപ്പാന്റെ ഇമ്മാന്റെ വിഷയത്തിൽ ഞാൻ ISMമാരെ മാത്രം അഭിസംബോധന, ബാപ്പി ഇമ്മിയും വിഷയം നിലവിലുള്ള ആയുസ് ഒരു 5 കൊല്ലത്തിനൊക്കെ ഭൂരിപക്ഷം നമ്മുടെ രക്ഷിതാക്കളും ഈ ദുനിയാവുന്ന് പോവും. കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. ആകണ സമയം
നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും സന്തോഷം നൽകാൻ നമുക്ക് കഴിയണം. അത് ദീനിന്റെ ഭാഗമാണ്. ദീന്റെ ഭാഗ അബൂബക്കർ റളിയല്ലാഹു വാപ്പ സഹാബാക്കളിൽ ഒരാൾ ബാപ്പാനും കൊണ്ട് നബിന്റെ അടുക്കലേക്ക് വന്നപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത്, ബാപ്പാനും കൊണ്ട് വരാൻ പാടില്ലല്ലോ, ബാപ്പാക്ക് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അങ്ങനെ പഠിപ്പിച്ച ആളാണ് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വാപ്പാന്റെ ഇമ്മാന്റെ വിഷയത്തെ നമ്മൾ മറക്കരുത്. സാന്ദർഭികമായിട്ട് പറയാൻ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കണം. എന്താ അറിയോ, ജീവിതത്തിൽ നമ്മൾ എന്തിനാ ജീവിക്കണത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുള്ളതിനെ പറ്റിയിട്ട് ബോധ്യമില്ലെങ്കിൽ ഹറാമുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഈ പ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് ഞാൻ പറയാണ്, അശ്ലീലതയും അവിഹിതവും ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കാം. അശ്ലീലതയും അവിഹിതവും ISMകാരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. പ്രവാചകൻ അതുകൊണ്ടാണ് നിസ്സാരമായിട്ട് പറഞ്ഞ വാക്കയല്ല, മൻ യളുമനു ലീ മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അളുമനൽ ജന്ന. നബി വെറുതെ പറഞ്ഞല്ല. ലൈംഗികാവയം സൂക്ഷിക്കുന്നുണ്ടോ സ്വർഗം തരും. എടങ്ങേറാണ്, ശക്തമായ എടങ്ങേറാണ്. ഞാൻ ലളിതമായിട്ടൊരു കാര്യം മനസ്സിലാൻ വേണ്ടി പറയാം. ഈ ഫോണിൽ നമുക്ക് മനസ്സിലാകണ്ട പറഞ്ഞു, ഈ ഫോണിൽ ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ കാണുകയാണ്. വീഡിയോ കാണുന്നു എന്ന് പറഞ്ഞാൽ തോന്നിയാസ വീഡിയോ കാണുകയാണ്. ആ കാണുമ്പം ഞങ്ങനെ ഒരു 10 മിനിറ്റായിട്ട് കാണുകയാണ്. വാതിൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ വാതിലൊക്കെ കുറ്റിട്ട് ആരും അറിയില്ല എന്നൊക്കെ ഇതിങ്ങനെ നമ്മൾ കാണുകയാണ്. കുറച്ച് നമ്മൾ ബാക്കുന്നൊരു ശബ്ദം പോലെ നമുക്ക് തോന്നി. നമ്മളിങ്ങനെ നോക്കുമ്പോണ്ട് നമ്മളമ്മയും നമ്മളെ വാപ്പിയും ഈ കാണുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായിരിക്കും അവിടെ ഉണ്ടാകുക? പെങ്ങളും കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുക? നമ്മൾ ഈ ഫോൺ ഇട്ട് ഓടും. പിന്നെ നമ്മൾ നമ്മളെ പെരീക്ക് നമ്മൾ ചവിട്ടൂല. ചവിട്ടിയ വാപ്പാനിമാനും മോത്തേക്ക് നമ്മൾ നോക്കൂല. കാരണം 2026 മെയ് മാസം ഈ ദിവസം വരെ ഉണ്ടായിരുന്ന ചിത്രാവൂല ഇനി മുതൽ വാപ്പാന്റിമാന്റെയും മുന്നിൽ നമ്മളെ പറ്റി ഉണ്ടാകുക. നമ്മൾ എന്തുകൊണ്ടാ വാതിലുറ്റുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ആരും അറിയാതെ നമുക്ക് പറ്റിയ ചങ്ങായിമാരപ്പം ഗ്രൗണ്ടിന്റെ സൈഡിൽ പോയി നിൽക്കണ്? എന്തുകൊണ്ടാ ടൂറിസ്റ്റ് ബസ്സിലെ ബാക്ക് പോണത്? ഇതാരും അറിയരുത്. നമ്മളെ മനസ്സിലുണ്ടാണ് എന്താ അറിയോ? അതാണ് ചിന്തിക്കണോണേ ISMമാരുള്ളൂ അല്ലേ. നമ്മൾ ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ വെക്കണോടുകൂടി ഇങ്ങനെ വെച്ചിട്ട് ഒരു തോന്നിയാസം പ്ലേ ബട്ടൺ വെക്കണോടി 3 ആൾക്കാർ ലൈവായിട്ട് നമ്മൾ കാണുന്നത് കണ്ടോണ്ടിരിക്കുകയാണ്. 2 മലക്കും ഒരു പടച്ചോനും. യൗമത്തുബുല സറായർ, അത് മുഴുവൻ അള്ള നാളെ പബ്ലിക്കായിട്ട് പരലോകത്ത് കാണിച്ചത്. ഇന്ന അള്ള അങ്ങനെ നിർത്തും. എനിക്ക് ബോധ്യം ഉണ്ടാകണം അള്ള എങ്ങനെ നിർത്തും. ഇതേപോലെ ഡിസ്പ്ലേയില് ഞാൻ കണ്ടതും ഞാൻ നട്ടപ്പാതിരക്ക് വർത്താനം പറഞ്ഞതും ഞാൻ ഒന്നുകൂടി ഗൗരവത്ത് പറയാണ്. ചെയ്യുന്നാളുണ്ടായിട്ടല്ല, പക്ഷെ പറയണല്ലോ. ഏതെങ്കിലും സ്ത്രീകളുമായി വൃത്തികെട്ട ബന്ധം ശാരീരികമായിട്ടെങ്കിലും പുലർത്തുന്നവർ, ആപ്പ് വഴി വൃത്തികേട് കാണുന്നവർ, ആപ്പ് വഴി പൈസ ഇൻസ്റ്റാൾ ചെയ്ത് കോള് ചെയ്യുന്നവർ, എന്തായിക്കോട്ടെ, അല്ല പബ്ലിക്കിൽ വീഡിയോ സഹിതം കാണിക്കും. എന്നിട്ട് അല്ല പറഞ്ഞൊരും ഷാഹിദ് മുസ്ലിങ്ങൾ കാണുന്ന പോലെ അല്ലേ ഇനി നട്ടപ്പാതിരക്ക് ഇതേന്ന് പരിപാടി. ഇത് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പെന്താ പിന്നെ നമ്മൾ തീരുമാനം? നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അതിന് അല്ല പറഞ്ഞു അമ്മാമൻ ഖാഫ മഖാമ റബ്ബി. വീണ്ടും ആ പ്രയോഗം അല്ല പറഞ്ഞു. അള്ളാന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്ന് ഭയപ്പെടുകയും മനസ്സാഗ്രഹിച്ചിട്ടും ചങ്ങായിമാര് മുഴുവൻ ചെയ്തിട്ടും, എടാ അത്രയും കാലമായിട്ട് അനക്കൊരു പെണ്ണ് സെറ്റായില്ലേ, അനക്ക് ഇന്ന് വരെ ഒരു പെണ്ണിനെ തോന്നിയാസം ചെയ്യാൻ കിട്ടിയില്ലേ, ഇപ്പോഴും ഇങ്ങനെ ISM എന്തായി നടന്നോ എന്നൊക്കെ പറയുമ്പോഴും ആഗ്രഹിച്ചിട്ടും പടച്ചോനെ അല്ല നിരോധിച്ചതാണല്ലോ, വ്യഭിചാരാണല്ലോ, പടച്ചോ നിരോധിച്ച വലിയ പാപങ്ങളിൽ പെട്ടതാണല്ലോ, ഖുർആനിൽ ഡസൻ കണക്കിന് ആയത്ത് കൊണ്ട് അമല് പൊളിന്ന് പറഞ്ഞൊരു കാര്യമാണല്ലോ. ഞാൻ ചെയ്താൽ എന്റെ ശരീരത്തിന്റെ സ്തനങ്ങളിൽ വലിയ സ്തനഭാഗങ്ങളിൽ ഇരുമ്പ് കൊണ്ടുള്ള കൊളുത്തുകൾ ഉപയോഗിച്ച് ശരീരത്തിന്റെ മർമ്മഭാഗങ്ങളിൽ അള്ളാഹു കൊളുത്തിയിട്ട് നരകത്തിന്റെ തീജ്വാലകളിലേക്കിട്ട് വേവിച്ച് നിലവിളിക്കുമ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ തള്ളിയിട്ട് ആരാണിവർ? ദുനിയാവിൽ നിന്ന് അവർ വ്യഭിചാരം ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണ് എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഞാൻ പെടുവല്ലോ എന്നൊരൊറ്റ ബോധ്യം കൊണ്ട് അത് വേണ്ട, ആ ആപ്പ് വേണ്ട, അത് അൺഇൻസ്റ്റാൾ ചെയ്ത് ആ പാസ്വേഡ് പൊട്ടിച്ച് ഹറാമ് വേണ്ട എന്ന് തീരുമാനിക്കുന്നവർക്ക് ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. മറ്റൊരായത്തിൽ ജന്നത്താനി, അവർക്ക് അല്ലാഹു 2 സ്വർഗ്ഗം എഴുതി വെക്കും. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പറഞ്ഞത് ബോധ്യമാണ് ജീവിതം. ISMമാർ എന്ന് പറഞ്ഞ
ബോധ്യം. കല്യാണ വീട്ടിൽ നമ്മൾ പോകുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ സഹകരിക്കണം. വിളമ്പാണ്ടാണം, അവിടെ രസം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാണം, അടിക്കണ്ടാണ്, ഒക്കത്തിലുണ്ടാണ്. അതിനൊക്കെ അള്ളാഹിന്റെ വലിയ പുണ്യമാണ്. ആ കൂട്ടത്തിൽ ഇങ്ങനെ കാട്ടുമ്പോൾ അതിലുണ്ടാവില്ല. അതാണ് ബോധ്യം. അതാ ബോധ്യം. ആ കൂട്ടത്തിൽ ഇങ്ങനെ കാട്ടുമ്പോൾ അതിൽ നമ്മളുണ്ടാവില്ല. അതാണ് ബോധ്യം. കുടുംബ സംഗമം നടത്തുകയാണ്, ഈ ഹാൾ നടത്തുകയാണ്, മുഴുവനും അതിൽ പൈസ ചെലവാക്കാൻ നമ്മളുണ്ടാകണം, അതിൽ മുതിർന്നോൽ ആദരിക്കാണ്ടാകണം, അവിടെ സഹോദരിമാർക്ക് വേറെ ഒക്കെ നമ്മളുണ്ടാകണം. അവിടെ പോയിട്ട് ഞാൻ നാട്ടുഭാഷ പറയട്ടോ, അവിടെ നിന്നാ കുറച്ച് കളക്ഷൻ എടുക്കാറിയില്ലേ, ആ കളക്ഷനിൽ നമ്മളുണ്ടാവില്ല, അതിൽ നമ്മളുണ്ടാവില്ല. അതാണ് ബോധ്യം. അതാണ് ബോധ്യം. ഫോൺ ഉപയോഗിക്കാനും ഇതിലെ ആപ്പുകളും എല്ലാത്തിലും നമ്മൾ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് അള്ളാഹ് ഹലാലാക്കി എല്ലാത്തിലും. ഇവിടെ നടക്കുന്ന ഫുട്ബോൾ കളി നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ഉണ്ടാകണം. അതിനിടയ്ക്ക് ജമാഅത്ത് ഒഴിവാക്കുക, അതിൽ നമ്മൾ ഉണ്ടാവില്ല. അതാണ് ബോധ്യം. ആ ബോധ്യമുള്ളവനാണ് സ്വർഗം. അതാണ് ISമാർ. അങ്ങനെ ആകാൻ ശ്രമിച്ചത് നമുക്ക് തോന്നി ഇടങ്ങേറാണ്. ഒരാൾ മുജാഹിദായി മുത്തഖിയായി ജീവിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സന്തോഷം ദുനിയാവിലൊരു മനുഷ്യനും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സുഖാണ്. ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയാം? ഉറങ്ങുമ്പോൾ പേടില്ലാതെ ഉറങ്ങാന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, തോന്നിയാസം ഞാൻ കണ്ടിട്ട് വാതിൽ കുറ്റിട്ട് ഉറങ്ങുമ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചാണ്. ഞാൻ ഫറൂഖ് റൗദത്തുൽ അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അവിടെ ഹോസ്റ്റലിൽ ഞങ്ങൾ താമസിക്കുന്നു. ശനി ഞായറൊക്കെ ആകുമ്പോൾ പുറത്ത് താമസിക്കണം, പലരും വീട്ടിൽ കൂടെ അങ്ങനെ പോകും. ഇതായിട്ട് അപ്പോൾ അവിടെ ഒരു റൂമിൽ താമസിക്കണ കോളേജിൽ പഠിക്കണ ചെക്കന്മാരുണ്ട്. അപ്പം അവിടെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പം എൻ്റെ ഡോറ് തുറന്ന് നടക്കുന്നുണ്ട്. ഡോറ് തുറന്ന് കിടന്നപ്പോൾ ഇങ്ങനെ ഒരു ഹാഫ് ഡോർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ തള്ളിയപ്പം ഉള്ളിലുണ്ട് ഒരു ഇവരെ കൂടെ താമസിക്കണ ചെക്കൻ. ഇവരെ കൂടെ താമസിക്കണ എനിക്ക് പരിചയമല്ലേ, ഒന്ന് നിലത്ത് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നമ്മളെ അപസ്മാരം അളകിയിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പൊ എനിക്കിത് എന്താ മനസ്സിലാണില്ല. അപ്പം അന്നത്തെ അറിവില്ലായ്മ, നമ്മൾ ഈ ചാവിയൊക്കെ കൊടുത്ത് ഇരുമ്പ് കൊടുത്താൽ അപസ്മാരം നിൽക്കുക, അത് ശരിയല്ല കേട്ടോ, ശരിയല്ല. അന്നത്തെ എന്തൊക്കെയാണ്. ഞാൻ അപ്പുറത്തുള്ള റൂമിന്റെ ചാവിയൊക്കെ കൊടുത്ത് കയ്യമ്മ കൊടുത്താണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നു. അപ്പം എനിക്കത് എന്താ മനസ്സിലാവണില്ല. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് 7up വലിയ കുപ്പിയിൽ പച്ചവെള്ളം ഉണ്ട്, അടുത്തവന് കൊടുത്തു. ഞാൻ വെച്ച് എന്ത് ചോദിച്ചു. അന്നോ പറഞ്ഞ വാചകം എനിക്കെന്നും പേടിയാണ്. ഓൻ പറഞ്ഞോണ്ടാണ്. വന്നിട്ട് പറഞ്ഞു, ഷാഹിദേ ഞാടാ ഇജ്ജ് വരുമ്പോൾ ഈ TV വൃത്തിയുടെ കണ്ടുകൊണ്ടിരിക്കുക നെഞ്ചുവേദന ഇളകി താഴത്തേക്ക് ഞാനാണ് വീണ്. എനിക്ക് വീണതിനോ നെഞ്ചുവേദന ഇളകിനോ അല്ല, ഞാൻ ആലോചിച്ച് ഞാനെങ്ങാനും ആ വീഴ്ചയിൽ മരിച്ചാൽ അവസാനായിട്ട് ഏത് റൂമിന്ന് എവിടുന്നാണ് പോയെന്ന് നോക്കുമ്പോ ഈ കണ്ണും ഈ റൂമും ഈ കയ്യും കാലും ജനനേന്ദ്രിയം മൊത്തം തോന്നിയാസം കണ്ട് മരിക്കാണില്ല എന്ന് എനിക്ക് വിറക്കലാണ്. ഈ വിറ ഉണ്ടാവില്ല ഒരാൾ മുജാഹിദും ISമാരനായാൽ. ഓന് സുബിങ്ങാച്ചിക്കണം. ഞാൻ ഇപ്പൊ സുബൈക്ക് ഏകദേശം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂട്ടി പറയണേ 5:15, 5:10, 5:08 5:15 വരട്ടോ. 5:10 ഞാൻ ജമാഅത്ത് കുറച്ച് റിസ്ക് ആണ്, പക്ഷെ ഞാൻ എടുത്തു. ഞാൻ ആ റിസ്ക് എടുത്തു. കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു മക്തൂം റളിയല്ലാഹു അൻഹു 90-ാമത്തെ വയസ്സിൽ നടന്നു പോയ പള്ളിക്കക്ക് ഞാൻ എൻ്റെ 25-ാമത്തെ വയസ്സിൽ ബൈക്ക് എടുത്ത് പോയാൽ മതി, അത്ര എളുപ്പമാണ്. എന്നാലും ഞാൻ പറയണേ ആ റിസ്ക് നമ്മൾ എടുത്തു, സ്വർഗത്തിന് വേണ്ടി എടുത്തു. 5:15 അല്ലെങ്കിൽ 5:10 ജമാഅത്ത് കഴിഞ്ഞു. 5:30 വന്നു. നമ്മൾ വേണമെങ്കിൽ ഒരു കട്ടൻ ചായ കുടിച്ച് വീട്ടിൽ കഴിഞ്ഞ് 6:15 അല്ലെങ്കിൽ 6 മണിക്ക് നമുക്ക് ചെറിയൊരു നെഞ്ചുവേദന വന്നു. ഞാൻ ISമാരോട് മാത്രം ഇന്നടക്കം പറയട്ടോ, വേദന വന്നു. ആംബുലൻസ് വിടുന്നു, നേരെ ഇവിടെ കാണിച്ചു, നേരെ പെരിന്തൽമണ്ണ കൊണ്ടോണിനിടക്ക് നമുക്ക് ബോധം പോയി. പക്ഷെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഒപ്പമുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഓൻ്റെ മൂക്കുന്നൊക്കെ ബ്ലഡ് വരുന്നു, ചെവിന്ന് ബ്ലഡ് വരുന്നു, എത്തുന്നു തോന്നണില്ല. ഞാൻ പറയാണ് ആംബുലൻസിൽ 24-ാമത്തെ വയസ്സിൽ ബ്ലഡ് ഛർദിച്ച് മരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും. എന്തേ കാരണം അറിയോ? നമ്മൾ ISമാരനായി ജീവിച്ചു. അതുകൊണ്ട് എന്താ അറിയോ, പടച്ചോനെ ഞാൻ ഇപ്പം മരിക്കുകയാണെങ്കിലും ഈ ദിവസം അള്ളാഹ്ക്ക് നൽകേണ്ട 1-ാമത്തെ ഫർള് പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയിൽ ഞാൻ അലാറം വെച്ച് പോയി നിസ്കരിച്ച് ജമാഅത്തിന്റെ പുണ്യം പടച്ചോൻ സ്വീകരിച്ചാൽ മതി. ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടുന്ന ദിക്റൊക്കെ ചൊല്ലി ഞാൻ തിരിച്ചു വരുമ്പോഴാണല്ലോ, ഒന്നിന് ശേഷമാണല്ലോ മരിച്ചത്. നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിക്കും. നമ്മളിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് എഴുന്നേക്കാണ് എഴുതിക്കൊള്ളി. 6:15 നമ്മൾ ഇന്നും നീക്കല്. 6 മണിക്ക് ഇതേമാതിരി കട്ടിൽ വന്ന് വേദന ഇളകി ആംബുലൻസിൽ എടുത്തിങ്ങനെ കൊണ്ടുപോവുകയാണ്. ബോധം പറയാൻ നമുക്കില്ല, ഉള്ളിലുണ്ട്. ആൾക്കാരിങ്ങനെ പറയാണ്, ഓൻ്റെ മൂക്ക് കൂടിയും നാവ് കൂടിയൊക്കെ ബ്ലഡ് വരുന്നുണ്ടല്ലോ. നമ്മളെ മൂത്രം പോകും പേടിച്ചിട്ട്. കാരണം എന്താ അറിയോ, ഈ പോക്കിലെങ്ങാനും പെരിന്തൽമണ്ണ എത്തുന്നതിന് മുന്നിൽ മരിക്കുകയാണെങ്കിൽ
അള്ളാഹു മുസ്ലിമായി, മുജാഹിദായി, തൗഹീദായി, ഒരു നാട്ടിൽ ഇസ്ലാമികമായിട്ട് സ്വർഗത്ത് പോകാനുള്ള മുഴുവൻ സംവിധാനം തന്നിട്ട് പടച്ചോന്റെ പള്ളിക്കൊക്കെ സുബൈക്ക് പോകാതെ നിസ്കരിക്കാത്ത കാഫിറായി മരിക്കാണല്ലോ, കാഫിറായി ചാകാണല്ലോ എന്ന് അവനാന്റെ മനസ്സിലുണ്ടാവും. അതുണ്ടാവില്ല ഒരാൾ മുജാഹിദും ISMമാരും. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമ്മൾ സുബൈക്ക് പള്ളി പോണോലാകണം. സോങ്ങളെ ആകണം. നമ്മൾ ഐഡന്റിറ്റി എന്താ പറയുക? ഷാഹിദിനെ രാവിലെ എവിടെ വെച്ച് കാണാം? പള്ളിക്കെന്ന് വെച്ച് കാണാം. ഇപ്പം ഇന്നലെ മുതൽ നമുക്ക് ദുൽഹിജ്ജ 1 മുതൽ ആരംഭിച്ചു. ദുൽഹിജ്ജ 2 ദുൽഹിജ്ജ 10 വരെ നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ട് ഈ ക്യാമ്പ് പിരിയാം. പറ്റുമെങ്കിൽ ഞാൻ മുതിർന്നവർക്ക് കൊടുക്കേണ്ട ഒരു ടൈം ടേബിൾ അല്ല, ഒരു 10 ഇനിയൊരു 8 ദിവസമാണ്. 8 ദിവസം കൊണ്ട് ഒരു ജ്യൂസ്, 8 ദിവസം കൊണ്ട് മതി ഒരു ജ്യൂസ് നമ്മൾ പ്ലാൻ ചെയ്തു. 8 ദിവസം 8 ജ്യൂസ് ഞാൻ പറയണില്ല, ഈ ക്യാമ്പ് കൊണ്ട് കിട്ടണ്ട് 8 ദിവസം കൊണ്ട് ഒരു ജ്യൂസ്. ഒരു ജ്യൂസ് കാരണം ആകെ എത്ര പേജാള്? 10 പേജാ അല്ലേ? ഏകദേശം ഒരു അല്ലെങ്കിൽ ഒരു 10-25 അത്രേ ഉള്ളൂ. നമ്മള് ഈ ക്യാമ്പ് കൊണ്ട് കിട്ടണ്ട കേട്ടോ. 8 ദിവസം കൊണ്ട് ഒരു ജ്യൂസ് ഇൻഷാ അല്ലാഹ് ഓതി തീർക്കുക. ഒറ്റ ജ്യൂസ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഉള്ളിലാ പറഞ്ഞു. തക്ബീർ, തഹ്ലീൽ, തസ്ബീഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു 10 വീതം എല്ലാ ദിവസവും പറയും തീരുമാനിക്കുക. ഞാൻ പറഞ്ഞ 8 ദിവസം ഉള്ളൂ ഇൻഷാ അല്ലാഹ് തീരുമാനിക്കുക. അത് പറയുന്നുള്ളത് പടച്ചോന്റെ വലിയ പുണ്യാണ്. സഹാബാക്കൾ അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് ഉറക്കെ നമ്മൾ പെരുന്നാക്ക് ചെല്ലുന്ന പോലെ തെല്ലിരുന്നു. നമ്മളൊരു 10 എണ്ണം ചെല്ലുന്നു പറയാം. കഴിഞ്ഞില്ല. ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി. നമ്മളെ കയ്യിൽ ഒരു 100 ഉറുപ്യ എഴുതിക്കൊള്ളി. 8 ദിവസം 10 ഉറുപ്യ ഏതെങ്കിലും പള്ളിക്കലോ സാധുവിനോ കൊടുക്കുക. ഗൂഗിൾ പേ ചെയ്താലും മതി. ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്ന നമ്മളെ? പ്ലാൻ ഉള്ളോനെ ചെയ്യുള്ളൂ, ജീവിതത്തിൽ കേട്ടോൻ ചെയ്യൂല. ചെയ്തിട്ട് പ്ലാൻഡ് ആണ്. ഇൻഷാ അല്ലാഹ് അന്ന് ഷാഹിദാക്ക് ക്ലാസ് പറഞ്ഞില്ലേ 10 ഉറുപ്യ നമുക്ക് അതേ കഴിയുള്ളൂ. 100 ഉറുപ്യ ചെയ്യണോ അങ്ങനെ ചെയ്യുക. 800 ഉറുപ്യ തീരുമാനിക്കുക. 80 ഉറുപ്യ കൊടുക്കാൻ പറ്റുക. ഓക്കെ, ഓരോ ദിവസം 10 ഉറുപ്യ ഏതെങ്കിലും സാധുവിനാകാം. അല്ലെങ്കിൽ എന്താ ചെയ്യുക? നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇപ്പൊ ബുക്കൊക്കെ വാങ്ങണ്ടാവും, ഓനൊരു 2-3 ബുക്ക് വാങ്ങി കൊടുക്കലാകാം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ഭയങ്കരമായ കൂലി. ചില പണ്ഡിതന്മാർ പറഞ്ഞ വാചകം, പണ്ഡിതന്മാരുടെ ചർച്ചയായിട്ട് പറഞ്ഞത്, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള പകൽ സമയം റമദാനിന്റെ അവസാനത്തെ 10ന്റെ പകൽ സമയത്തെക്കാൾ ശ്രേഷ്ഠമാണ്. എന്നാൽ റമദാന്റെ അവസാനത്തെ 10 ദിവസത്തിന്റെ രാത്രി ദുൽഹിജ്ജ 1 മുതൽ 10ന്റെ രാത്രിയേക്കാൾ ശ്രേഷ്ഠമാണ്. പണ്ഡിത ചർച്ചകളാണ്. ഞാൻ പറഞ്ഞത് അത്രമാത്രം ചർച്ച ചെയ്യാൻ മാത്രം ശ്രേഷ്ഠകരമായ ദിവസത്തിലാണ് നമ്മൾ ദീനിയായി ജീവിക്കുക. സുബൈക്ക് പള്ളിക്ക് ഉണ്ടാകുക, ജമാഅത്ത് പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. നിസ്കാരം കഴുത്തിൽ കത്തിവെച്ചാലും മുടങ്ങരുത്, ഒരിക്കലും മുടങ്ങരുത്. തോന്നിയാസത്ത് നിന്ന് മാറിക്കുക. ബാപ്പാക്കും ഉമ്മാക്കും പ്രിയപ്പെട്ടവരായി ജീവിക്കുക. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ഈ ISMന്റെ പ്രവർത്തനത്തിന് സജീവാകുക. ഒരാൾ നമുക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ പറയണം. പടച്ചോനെ, അദ്ദേഹം തന്ന ലഘുലേഖ കൊണ്ടാണ് ഞാൻ പ്രോഗ്രാമിന് വന്നത്. അങ്ങനെ ഒരു മാറ്റം കൂടി നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശുക്ർ സ്വലാഹി പറഞ്ഞ ISMന്റെ സംസ്ഥാന ക്യാമ്പയിൻ ഇൻഷാ അല്ലാഹ് മെയ് മുതലാണ്. പ്രത്യേകിച്ച് പ്രവർത്തനം തുടങ്ങുന്നത് ജൂൺ മുതലാണ്. പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു ഇൻഷാ അല്ലാഹ് മങ്കട ഒരു മാതൃകാപരമായി അതിൻ്റെ ശാഖയിൽ നടക്കേണ്ട പ്രോഗ്രാം വരും. ഉസ്റത്തുൻ ഹസന എന്നാണ് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പേര്. ഞാൻ എന്താ 3 ആൾക്കാരിൽ ഒരാളായതുകൊണ്ട് പറയാൻ പൂർണ്ണമായി വിവരം തരും. എല്ലാ ശാഖയിലും നടത്തണം. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരോട് ഏതായാലും ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ISM പ്രവർത്തകരോട് പറയണം നമ്മളെ ശാഖയിൽ ഉസ്റത്തുൻ ഹസന നടത്തണം. പ്രവാചകനുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഗതിയും ക്ലാരിറ്റിയോടുകൂടി പോകാനാണ് ഇൻഷാ അല്ലാഹ്. ഒരു ഗ്രന്ഥം വരെ ഇറക്കണം എന്നാണ് പ്ലാൻ. ഒരു ഗ്രന്ഥം അടുത്തൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നബി ആയിഷ ബീവിയെ വിവാഹം കഴിച്ചതിൽ കാരണമല്ല, അതിലെന്ത് മാതൃകയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഒരാൾക്ക് വായിക്കാൻ ബുക്ക് കിട്ടണം. അതിലെന്ത് മാതൃകയാണ്? ആയിഷബിനെ കല്യാണം അന്നത്തെ കാലം ഓക്കെ, അതിലെന്ത് മാതൃകയാണ്? ഉസ്വത്തുൻ ഹസന, എന്ത് മാതൃകയാണ് നബി ആയിഷബിനെ വിവാഹം കഴിച്ചതിൽ ഉള്ളത്? അതൊരാൾക്ക് പറയാൻ വായിച്ചാൽ മതി. ഡോക്യുമെന്റ് ആണ്, അയച്ചു കൊടുക്കാൻ കിട്ടണം. ഇൻഷാ അല്ലാഹ് പണിപ്പുര തുടങ്ങാൻ നമ്മുടെ ഒരു ആദർശപരമായ ഇസ്ലാമികപരമായ പോരാട്ടത്തിന് പണിപ്പുര തുടങ്ങാൻ. നേരത്തെ പറഞ്ഞില്ലേ, പട്ടിക്കാടും മമ്പുറത്തും അതേപോലെ നമ്മൾ പ്രോഗ്രാം എന്താ കാരന്തൂരും പ്രോഗ്രാം വെച്ച് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വെച്ചിട്ട് എന്താ പരിസരത്ത് അവരുടെ സ്ഥാപനത്തിന്റെ പരിസരത്ത് വെച്ച പരിപാടിക്ക് അവർ മറുപടി വെച്ചിട്ട് നാളെ മറുപടിയാണ്. കാരണം നമ്മൾ അവരോട് ചോദിച്ച് ജാമിയ നൂരിയ എന്നുള്ള പേരിടാൻ കാരണം നൂരിഷാ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ആ നൂരിഷാ ത്വരീഖത്ത് വലാലത്തിന്റെ ത്വരീഖത്ത് എന്നപ്പോൾ സമസ്തന്റെ വിശ്വാസം. അങ്ങനെയാണ് ഈ കെട്ടിടം പൊളിച്ചാണ്ട് ഇവിടുത്തെ ഫൈസിമാരെ മുഴുവൻ ആട്ടി പറഞ്ഞേക്കണ്ടേന്ന് ചോദിച്ചു. അതുപോലെ നെഞ്ചത്ത് കൊണ്ടു. അപ്പോൾ മറുപടി വെക്കുകയാണ്, നമ്മളെ ആദർശം തസ്കിയത്ത്, ഇസ്ലാമികം, കുടുംബം. നമുക്ക് കുറച്ച് ആയുസേ ഉള്ളൂ. ഈ ആയുസിനൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം
നമ്മളും ഇതുപോലെ മരിക്കും. നമ്മളെ നാട്ടിലാണ് നാല് കുട്ടികള് ഇടിവാള് കൊണ്ട് തട്ടി മരിച്ച്. അള്ളാഹു അവർക്ക് സ്വർഗം നൽകട്ടെ. നമ്മളെ നാട്ടിലാണ്. ഇതെന്തിനാ അള്ളാഹ് നമ്മളെ നാട്ടിൽ കാണിച്ചെന്ന്? ഷാഹിദെ എനിക്ക് ഓലക്കാളും പ്രായമുണ്ട്, ഇജും മരിക്കാന്ന് പറയാണ്. ആ മരിക്കണത് പോലെ നമ്മൾ മരിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ മിനിമം തൗഹീദുള്ളോല് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ടാവും. ഇത്രയും ആൾക്കാർ തൗഹീദുള്ളിൽ പ്രാർത്ഥിക്കാണ്ടാവും. ആ പ്രാർത്ഥനക്ക് കൂടി വേണ്ടിയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഒരുപാട് പ്രയാസങ്ങളും പ്രലോഭനങ്ങളുമുള്ള കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളെ പ്രായത്തിൽ പ്രത്യേകിച്ച് തോന്നിയാസങ്ങൾ ഇങ്ങോട്ട് വരികയാണ്, ഹറാമുകൾ ഇങ്ങോട്ട് വരികയാണ്. റഹ്മാനായ നാഥ, അതിനെയെല്ലാം ഈമാന് കൊണ്ട് പ്രതിരോധിക്കാനും പരമാവധി ഭക്തിയോടുകൂടി ജീവിക്കുവാനും നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഈ ക്യാമ്പുകളിൽ കേട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പുലർത്തി സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്നത് മുതൽ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ഈ അവസാനത്തെ 10 ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന വിശ്വാസികളിൽ നാഥ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഇങ്ങനൊരു ക്യാമ്പിന് വേണ്ടി ആലോചിച്ചവർ, ഇതിനുവേണ്ടി പണിയെടുത്തവർ, ഇതിനുവേണ്ടി ടെൻഷൻ അടിച്ചവർ, മീറ്റിംഗ് കൂടിയവർ, പോസ്റ്റർ ഉണ്ടാക്കിയവർ, പൈസ ചെലവഴിച്ചവർ, ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയവർ എല്ലാവർക്കും നാഥ നീ അർഹമായ പ്രതിഫലവും പാപമോചനവും സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ജോലി അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, വിവാഹം അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഹലാലായ മാർഗത്തിൽ ഏറ്റവും ഹൈറായ രൂപത്തിൽ നീ പൂർത്തീകരിച്ചു തരണമേ റഹ്മാനെ. ഞങ്ങളുടെ വരുമാനങ്ങളിൽ നാഥ ഹലാലായ വർധനവും അതിൽ ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമോഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ പല ആൾക്കാരും ഗൾഫിലുണ്ട്. യുദ്ധം കൊണ്ടും അവിടെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടും ജോലി നഷ്ടപ്പെട്ടവരോ സമ്പത്ത് കുറഞ്ഞു പോയവരോ പല പ്രയാസങ്ങളും ഭീതിതമായ അവസ്ഥയിലോ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. റഹ്മാനായ നാഥ, അവർക്ക് സമാധാനവും സുരക്ഷിതത്വവും ആ നാടിനും സമാധാനവും സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. വഅഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.